പ്രിയരെ, മനുഷ്യരും പിശാചും നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് മാറ്റി പറയാൻ പോകുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലൊരു ചരിത്ര സംഭവമുണ്ട്. കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം കേട്ട ഒരു സഹോദരിയായിരുന്നു മറിയ. തനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നു, മാർത്ത. രണ്ടുപേരും ഒരർത്ഥത്തിൽ വചനം കേട്ടവരാണ്. എന്നാൽ അവരുടെ സഹോദരൻ ലാസർ മരിച്ചു. ഈ വിഷയം യേശു കർത്താവിനോട് അവർ അറിയിച്ചു. കർത്താവ് ഇരുന്ന ഇടത്ത് തന്നെ ഈ വിഷയം കേട്ടിട്ട് 4 ദിവസം കൂടി ഇരുന്നതായി ബൈബിളിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ യേശു കർത്താവ് പെട്ടെന്ന് വന്ന് തൻ്റെ സഹോദരനെ സൗഖ്യമാക്കും, വിടുവിക്കും, രക്ഷപ്പെടുത്തുമെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ 4 ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർ 2 പദം പറഞ്ഞു. ഒന്ന്, യേശുവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. എന്നാൽ പിന്നീട് അവർ പറയുന്നത് എങ്ങനെയാണ്? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് യേശു കർത്താവ് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, നാറ്റം വെച്ച് 4 ദിവസമായി. അതിനു മുമ്പ് യേശു പറഞ്ഞു, കല്ല് നീക്കുവിൻ. കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കല്ല് നീക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറയുന്നത് നാറ്റം വെച്ചു 4 ദിവസമായി. ആരെ കുറിച്ചാ പറഞ്ഞത്? യേശു കർത്താവിന്റെ വിരുന്നിലിരിക്കേണ്ട ഒരു അത്ഭുതത്തിനുടമയാകേണ്ട, അത്ഭുതത്തിന് കാരണമായി തീരേണ്ട ലാസറിനെ കുറിച്ച്. ഒന്നുകൂടി പറഞ്ഞാൽ, തങ്ങളുടെ ഭവനത്തിന് നാളെ ഒരു ബ്ലെസ്സിങ് ആകേണ്ട, കരുതലാകേണ്ട, അനുഗ്രഹമാകേണ്ട, ഈ സഹോദരനിലൂടെ ഈ ഭവനത്തെ കെയർ ചെയ്യേണ്ട, നടത്തേണ്ട, ഉയർച്ചയിലേക്ക് കൊണ്ടുവേണ്ട ഈ ലാസറിനെ കുറിച്ച് വചനം കേട്ടവര് പറയുക, ഇപ്പോൾ നാറ്റം വെച്ചിരിക്കുക, നാറ്റം വെച്ച് കല്ലറയ്ക്കകത്തിരിക്കുക. ഏത് ലാസറിനെ കുറിച്ച് ഇവൻ നാറ്റം വെച്ചതാണെന്ന് സഹോദരങ്ങൾ പറഞ്ഞു. അതേ ലാസറിനെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് യേശു കർത്താവ് വിളിച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ ഫംഗ്ഷനിൽ, തൻ്റെ വിരുന്നിൽ കൂടെ ഇരുത്തി അനേകർക്കൊരു അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ, അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ, നീ ഒരു പാഴാണ്, നിന്റെ ലൈഫ് ഒരു വേസ്റ്റാണ്, കഴിവില്ലാത്തവനാണ്, നിന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, നിന്നെ കൊണ്ട് നിന്റെ വീടിനെ പുലർത്താൻ, നിന്റെ സഹോദരങ്ങൾക്ക് നീ ഒരു പ്രയോജനമില്ലാത്തവനാണ്, മാതാപിതാക്കൾക്ക് പ്രയോജനമില്ലാത്തവനാണ്, നീ എത്ര പ്രാർത്ഥിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഒരു വിടുതൽ, ഒരു ഉയർച്ച കാണാൻ പോകുന്നില്ല, നിനക്കൊരു നല്ല ജോലി കിട്ടത്തില്ല, നിനക്കൊരു നല്ല സാലറി കിട്ടത്തില്ല, നിനക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാകത്തില്ല എന്ന് മനുഷ്യരും പിശാചും നിന്നെ കുറിച്ച് ഇതൊരു വിധിയാണെന്ന് പറഞ്ഞ് ആ വാക്ക് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ യേശു കർത്താവിന്റെ ആത്മാവ്, ബൈബിൾ നിന്നോട് പറയുന്നു, സഹോദര, സ്നേഹിത, നിന്നെ കുറിച്ച് മനുഷ്യരും പിശാചും പറയുന്നത് മാറ്റി എഴുതുന്ന, ആ വിധിയെ മാറ്റി എഴുതുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് താങ്കളെ കുറിച്ച് മനുഷ്യരും പിശാചും പറഞ്ഞത് പ്രയോജനമില്ലാത്തവനെന്ന് പറഞ്ഞു, കഴിവില്ലാത്തവനെന്ന് പറഞ്ഞു, നീ ഭവനത്തിനോ മാതാപിതാക്കൾക്കോ ഒരു പ്രയോജനമില്ലാത്ത വേസ്റ്റാണെന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെയുള്ള താങ്കളെ ഒരു അനുഗ്രഹമാക്കി, ഒരു ബ്ലെസ്സിങ് ആക്കി, ഒരു നല്ല ഫ്യൂച്ചർ നൽകി, നിത്യതയുടെ അവകാശിയാക്കി മാറ്റി, നിങ്ങളെക്കുറിച്ച് മനുഷ്യരും പിശാചും വെച്ച ലേബലുകൾ പൊളിച്ച് ഒരു ദൈവകൃപയുടെ ആഴത്തിലേക്ക്, ഒരു ഉയർച്ചയുടെ, നന്മയുടെ വഴികൾ തുറന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശത്തിലൂടെ നിങ്ങളെ മാനിക്കാൻ പോകുകയാണ്. നിങ്ങളെക്കുറിച്ച് പിശാചും മനുഷ്യരും പറഞ്ഞത് മാറ്റി പറയാൻ സമയമായി. വിശ്വസിക്കുക. ഈ പ്രാർത്ഥനയും ഈ ദൂതും ഈ സന്ദേശവും വചനവും വിശ്വസിക്കുക. നിങ്ങളെക്കുറിച്ച് പിശാചും മനുഷ്യരും പറഞ്ഞതും മാറ്റി പറയും. നിങ്ങളൊരു അനുഗ്രഹമാകും, നിങ്ങളൊരു ബ്ലെസ്സിങ് ആകും, നിങ്ങളൊരു ആശ്വാസമാകും, അനേകർക്ക് നിങ്ങളൊരു പ്രചോദനമാകും, അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറും, അനേകർക്ക് നിങ്ങളൊരു റോൾഡ് മോഡലായി മാറും. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയോട് എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രശ്നമാണെങ്കിലും ആ വേസ്റ്റ് ആക്കുന്ന ആ വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യാൻ പോകുക, കർത്താവ് തൊടാൻ പോവുക. യേശു പറഞ്ഞ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.